സുഹൃത്തുക്കളെ, നമുക്ക് ചൂരൽമലയുടെ കഥകൾ ഇന്നിപ്പോൾ ഒരു കഥ മാത്രമാണ്. യാഥാർത്ഥ്യം അതിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി. കാരണം കഥകൾ ആക്കി മാറ്റി യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മൾക്കിവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലും ആ ജനങ്ങൾ തങ്ങളുടെ അപരാധികളുമായി വന്ന് നിന്നുകൊണ്ട് മണ്ണെണ്ണ ഒഴിച്ച് ഞങ്ങൾ കത്തിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട മരണങ്ങൾ എത്രയാണ്, എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. മരണങ്ങൾ, മക്കളെ നഷ്ടപ്പെട്ട്, അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ട്, സഹോദരങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട്, ഇത്തരത്തിൽ ദുരന്തം കണ്ണീരിൻ്റെ കടലിൽ ആഴ്ന്നു പോയതായ ഒരു ജനസമൂഹത്തോടാണ് കേരള സർക്കാർ അങ്ങേറ്റം നികൃഷ്ടവും നീചവുമായ നടപടിയിലൂടെ ഏതാണ്ട് പ്രതികാരം ചെയ്യുന്ന പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ അനേകർ മുന്നോട്ട് വന്നു, ഞങ്ങൾ ഭവനങ്ങൾ വെച്ച് കൊടുക്കാം. അനേക സംഘടനകൾ വന്നു, വ്യക്തികൾ വന്നു. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് പോലും, കർണാടകത്തിൽ നിന്ന് 100 വീട് വെച്ച് കൊടുക്കാമെന്ന് വരെ പറഞ്ഞു. എവിടെ കേരള സർക്കാർ കർണാടകം വെച്ച് തന്ന 100 വീട് നിങ്ങൾക്ക് കാണിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ഇല്ല. നിങ്ങൾ എന്താ ചെയ്തേ? പാവപ്പെട്ട ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി നിരവധിയായ കോടികൾ, ഏതാണ്ട് 800ഓളം കോടി ജനങ്ങൾ കൊടുത്തു, സംഘടനകൾ കൊടുത്തു. അത് മുഴുവൻ നിങ്ങളുടെ കീശയിലോട്ട് വാങ്ങിയിട്ടു. എന്നിട്ട് എന്താ പിന്നെ തീരുമാനിച്ചത്? ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് ആ ജനങ്ങൾക്ക് പുനരധിവാസം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ഉത്തരവാദിത്തം? ഇന്ന് അവർ തെരുവ് പട്ടികളെ പോലെ നിങ്ങളുടെ കാൽക്കൽ വന്ന് നിൽക്കുകയാണ്. ചെരുപ്പ് നക്കണോ? അവരുടെ അവകാശങ്ങൾ അവർക്ക് വാടക കൊടുക്കാവുന്നതായി. ഓർമ്മയാരെങ്കിലും നിങ്ങളുടെ ഇത് വേണ്ട, ഞങ്ങൾ മാറിപ്പൊക്കോളെ പറഞ്ഞാൽ 15 ലക്ഷം രൂപ തരാൻ നിങ്ങൾ പൊക്കോണമെന്നായി. ഇതാരാ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാണ് ഇത്. ഇവിടുത്തെ ജനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, സംഘടനകളൊക്കെ തന്ന പണമാണ്. നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. ചെരുപ്പ് നോക്കി നിങ്ങൾ 15 ലക്ഷം രൂപ കൊടുത്ത് അവരെ ഒഴിവാക്കാൻ. 500 കുടുംബങ്ങൾ പോലും ഇല്ല നിങ്ങളുടെ ലിസ്റ്റിൽ. ഇനി 500 കുടുംബങ്ങളെ സെലക്ട് ചെയ്താൽ പോലും 800 കോടി, ഓരോ കോടി കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാകുന്ന രൂപത്തിലേക്ക് അവർക്ക് ഒരു നല്ല ജീവിതം, വീടും സ്ഥലമോ ഉപജീവനമോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ 500 കോടി കൊടുത്താലും പിന്നെയും കിടക്കുക 100-300 കോടി. അത് പോക്കറ്റ് ഇട്ടാൽ പോരായിരുന്നോ? മനുഷ്യനെ പറ്റിക്കുന്നതിന് ലിമിറ്റില്ലേ? ഇപ്പം എന്താ വന്നിരിക്കുന്നത്? വന്ന് ശവത്തിൻ്റെ പോക്കറ്റ് അടിക്കുന്ന സമ്പ്രദായമാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. ശവങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നതായ സമ്പ്രദായം. അതല്ലേ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഊരാലുക്കിനെ കൊണ്ട് വീടുകൾ പണിത്, നക്കാപ്പിച്ചയ്ക്ക് പണിത്, അതിനകത്ത് വേണേ പട്ടിക്കൂടെങ്കിൽ പട്ടിക്കൂട്, അതിനകത്ത് പോയി കടന്നോണം നീയൊക്കെ എന്ന് പറയുന്നതല്ലേ നിങ്ങളുടെ സമ്പ്രദായം? ഇവിടെ എത്രയോ ചാരിറ്റി സംഘടനകൾ 100 കണക്കിന് വീടുകൾ വളരെ പെട്ടെന്ന് തന്നെ വെച്ച് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വീടുകൾ, സുരക്ഷിതമായ വീടുകൾ. ലക്ഷം വീടല്ല. നിങ്ങളെ കൊണ്ട് കാട്ടുതരാൻ വേണോ? പലരും കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഒരു സർക്കാർ ഇത്രയും കാലങ്ങളായിട്ടും ഈ വീടുകൾ പണിത് കൊടുക്കാൻ സാധിക്കാതെ ഈ ജനങ്ങളെ വാടക വീടെന്നും പറഞ്ഞ് തെരുവിലോട്ട് വിട്ടേച്ചാൽ വാടക പോലും കൊടുക്കാതെ അവരെ പട്ടിയെ പോലെ ഇട്ട് അലയാൻ വിടുന്നത്. നിങ്ങളാണോ ഭരണാധികാരികൾ? ഈ പണം കൈവശം മേടിച്ചു വെക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? വാസ്തവത്തിൽ ചെയ്യേണ്ട എന്താ? ഒരാളൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടതായ പഞ്ചായത്ത് ലൈസൻസ്, പ്രവർത്തനത്തിന്, ആ നിർമ്മാണത്തിന് അത് ചെയ്തു കൊടുത്തുകൊണ്ട് മാറി നിന്നാൽ മതിയായിരുന്നല്ലോ. എന്താ അന്തസ്സുണ്ടായിരുന്നേനെ? ഇപ്പം എന്താ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ ജനങ്ങളെല്ലാം തെരുവ് പട്ടികളാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ കാൽച്ചോട്ടി വന്ന് ചെരുപ്പ് നക്കി നിൽക്കാനായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടല്ലല്ലോ. അത് ജനങ്ങൾ കൊടുത്ത പണം, ആ പണം പിടിച്ചത് തന്നെ അങ്ങേറ്റം കൊള്ള. അതിലുപരി ഇപ്പോൾ ജനങ്ങളുടെ ജീവന് പോലും അവർ തന്നെ ആത്മഹത്യയിലേക്ക് പോകാൻ പോകുന്നൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കണം. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ജീവൻ, ജീവിതം, സ്വന്തം ബന്ധങ്ങൾ, എല്ലാ അപ്പനെ അമ്മയും മക്കളെല്ലാം. അവരോടാണ് നിങ്ങൾ ഈ ക്രൂരകൃത്യം ചെയ്യുന്നത്. ഒരു കാര്യം ഇനി ഒന്നേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ.
പണ്ടൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ഈദി അമീൻ. അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യ മാംസമാണെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. നമുക്കറിയില്ല. ഇനിയാ ഇതുപോലുള്ള പാവപ്പെട്ടവരുടെയൊക്കെ ജീവന് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഇനി അതും കൂടിയേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ, അല്ലേ? ഈ മനുഷ്യനെയൊക്കെ ഇനി ഞങ്ങൾക്ക് ഒന്ന് തിന്ന്, ഇനി അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ ദുരന്തങ്ങളും ദുഷ്ടതകളും നിങ്ങൾ പീഡനങ്ങളും ആ പാവപ്പെട്ട ജനങ്ങൾക്ക് മേലെ ചെയ്ത് കഴിഞ്ഞു. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അവരെ വീടുകൾ മാറ്റി പാർപ്പിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കൊള്ള നടക്കില്ല, അല്ലേ? അതല്ലേ ഇതിനകത്ത് വസ്തുത. നിങ്ങൾക്ക് എന്ത് മര്യാദയാണ് പറയാനുള്ളത്, എന്ത് മനസാക്ഷിയെ പറയാനുള്ളത്, എന്ത് നീതിയാണ് പറയാനുള്ളത്? ഈ പണമെല്ലാം മേടിച്ച് വെച്ചാൽ പാവങ്ങളെ തെരുവിലിറക്കി കാണിക്കുന്നത് തെമ്മാടിത്തരത്തിന്. ഇത് അനുവദിച്ചു തരാൻ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമല്ല. ഇറങ്ങിപ്പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് അറിവില്ല, ഒന്നിനെക്കുറിച്ചും വിവരമില്ല. അങ്ങനെയുള്ള ഒരു സർക്കാരല്ല ഈ കേരളത്തിന് ആവശ്യം. ആ ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ കണ്ണീരായി ഇനി അടുത്ത ഉരുൾപൊട്ടലാകാൻ പോവുകയാണ്. അവരുടെ കണ്ണുനീര് അടിഞ്ഞു കൂടിയിട്ട് അത്ര അവസ്ഥയിൽ ഈ നാടിനെ എത്തിച്ച നിങ്ങളോട് ഒരു തരത്തിലും മാപ്പില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാപ്പില്ല, കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങിപ്പോണി നാടിനെ രക്ഷിക്കണം. ഞങ്ങൾ എവിടുന്നെങ്കിലും ഇനിയൊരു മഴുവെറിഞ്ഞ് വേറൊരു കേരളം വേണേലും ഉണ്ടാക്കിയെടുത്തോളാം, പരശുരാമനെ വിളിച്ചോളാം. ഒന്ന് ദയവായിട്ട് ഇറങ്ങിപ്പോകാവോ? ജനം മടുത്തു. മണ്ണെണ്ണയൊഴിച്ച അവിടെ ആത്മഹത്യ ചെയ്യാൻ വരുന്ന പാവപ്പെട്ട സ്ത്രീകളെ ഓർത്ത്, അവരുടെ വിലാപങ്ങളെ ഓർത്ത് പറയുകയാണ്, ദയവായി ഒന്ന് ഇറങ്ങിപ്പോകൂ. ജനൻ സമാധാനത്തോടെ നാട്ടിൽ ജീവിക്കട്ടെ. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എങ്കിലും പറഞ്ഞു പോവുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ ജെയിംസ് കളത്തിൽ, മൂവാറ്റുപുഴ.